നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. രാജ്യമൊന്നാകെ ഉറ്റുനോക്കുകയാണ് തലസ്ഥാനത്തേക്ക്. സമീപകാലത്ത് എങ്ങുമില്ലാത്ത നാടകീയ സംഭവ വികാസങ്ങൾക്കാണ് ഡൽഹി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. സർക്കാർ രൂപീകരണത്തിന് മുൻപ് ഘടകകക്ഷികളുമായി ധാരണയുണ്ടാക്കാൻ BJP ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങി. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തത് മുതലെടുക്കാൻ ഘടകകക്ഷികൾ ശ്രമം നടത്തുന്ന സാഹചര്യത്തിലാണ് നീക്കം. നേരത്തെ ശനിയാഴ്ച വൈകിട്ട് 8 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. പുതിയ തീരുമാനമനുസരിച്ച് ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് നരേന്ദ്രമോദി മൂന്നാം തവണയും സത്യവാചകം ചൊല്ലും. നാളെ നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം രാഷ്ട്രപതിയെ സന്ദർശിച്ച് ഘടകകക്ഷി നേതാക്കൾ പിന്തുണക്കത്ത് കൈമാറും. ഇതിനിടെ ഘടകകക്ഷികൾ ചെലുത്തുന്ന സമ്മർദ്ദം അതിജീവിക്കാനുള്ള നീക്കം BJP ശക്തമാക്കി. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തിന് പുറമെ 3 ക്യാബിനറ്റ് പദവിയും 2 സഹമന്ത്രി സ്ഥാനവുമാണ് തെലുങ്ക് ദേശത്തിന്റെ അവകാശവാദം. മറ്റൊരു ഘടകകക്ഷിയായ JDUവിന് 18ാം ലോക്സഭയിൽ ഉണ്ടാകുക 12 അംഗങ്ങൾ. അവർ ആവശ്യപ്പെട്ടതാകട്ടെ 3 ക്യാബിനറ്റ് പദവിയും 3 സഹമന്ത്രി പദവിയും. 5 അംഗങ്ങളുമായി ലോക്സഭയിലെത്തുന്ന ചിരാഗ് പാസ്വാൻ 1 ക്യാബിനറ്റ് പദവിയും 1 സഹമന്ത്രി പദവുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 7 അംഗങ്ങളുള്ള ശിവസേന ഷിൻഡെ വിഭാഗത്തിന് വേണ്ടതും 1 ക്യാബിനറ്റ് പദവിയും 1 സഹമന്ത്രി പദവിയും. NDAയിലെ ഏതാണ്ട് എല്ലാ ഘടകകക്ഷികളും മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദങ്ങൾ ഇപ്രകാരം സമാനമാണ്. കഴിഞ്ഞ 10 വർഷം നേരിട്ട പോലെ ഘടകകക്ഷികളെ കൈകാര്യം ചെയ്യാൻ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സംയമനം പാലിച്ച് ഉഭയകക്ഷി ചർച്ചകളിലൂടെ അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഫോർമുല രൂപപ്പെടുത്താനാണ് BJPയുടെ നീക്കം. അമിത്ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചകൾക്കൊടുവിൽ മഞ്ഞൊരുകുമെന്നാണ് BJP പ്രതീക്ഷ. റോഡ് ഗതാഗതം, ഗ്രാമീണ വികസനം, ആരോഗ്യം, പാർപ്പിട നഗരവികസനം, കൃഷി, ജൽശക്തി, IT, വിദ്യാഭ്യാസം, ഇങ്ങനെ നീളുന്നു തെലുങ്ക് ദേശം ആവശ്യപ്പെട്ട വകുപ്പുകളുടെ പട്ടിക. റെയിൽവേ, ഗ്രാമവികസനം, ജൽശക്തി, ഇങ്ങനെയാണ് JDUവിന്റെ അവകാശവാദം. റെയിൽവേ വകുപ്പിലും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിലുമാണ് ചിരാഗ് പാസ്വാന്റെ കണ്ണ്. കൃഷി വകുപ്പ് വേണമെന്ന് ജിതിൻ റാം മാഞ്ചിയും JDSഉം ആവശ്യപ്പെടുന്നു. അന്തിമ കക്ഷി നിലയനുസരിച്ച് NDA മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷി 16 അംഗങ്ങളുടെ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയാണ്. JDU 12, ശിവസേന ഷിൻഡെ വിഭാഗം 7, LJP 5, ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച 1, JDS 2 എന്നിങ്ങനെയാണ് NDAയിലെ കക്ഷിനില. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. BJP അധ്യക്ഷ സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കുന്ന JP നഡ്ഡയെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. രാജ്നാഥ് സിംഗിന്റെയും അമിത്ഷായുടെയും ഇപ്പോഴത്തെ വകുപ്പുകളിൽ പരസ്പരം മാറ്റമുണ്ടാകുമെന്ന് സൂചനയുണ്ട്. റെയിൽവേ വകുപ്പ് JDUവിനും ഗ്രാമവികസനം TDPക്കും നൽകാനാണ് ആലോചന. നിർമ്മലാ സീതാരാമന്റെ പ്രകടനം 2ാം മോദി സർക്കാരിൽ മികച്ചതായിരുന്നു. ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്ന നിർമ്മലാ സീതാരാമനെ BJP അധ്യക്ഷയാക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. JP നദ്ദ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമാകും. പ്രതിരോധ വകുപ്പ് അമിത്ഷായും ആഭ്യന്തരം രാജ്നാഥ് സിംഗുമാകും കൈകാര്യം ചെയ്യുക. 2ാം സർക്കാരിൽ നിന്ന് അശ്വിനി വൈഷ്ണവ്, S. ജയശങ്കർ മുതലായവരും 3ാം മന്ത്രിസഭയിൽ അംഗങ്ങളാകും. മുൻ നീതി ആയോഗ് തലവൻ അമിതാഭ് കാന്തിന്റെ പേര് ധനമന്ത്രി സ്ഥാനത്തേക്കും പരിഗണിക്കുന്നുണ്ട്. റോഡ് ഗതാഗതം, ഗ്രാമവികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പാർപ്പിട നഗരകാര്യം, കൃഷി, ജലശക്തി, IT ആൻഡ് ടെലികോം എന്നിവയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ആവശ്യം. വ്യോമയാന വകുപ്പ് നൽകി കാര്യങ്ങൾ വരുതിയിൽ കൊണ്ടുവരാനാണ് BJP നീക്കം. നിതിൻ ഗഡ്കരി, S. ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, പീയൂഷ് ഗോയൽ, കിരൺ റിജിജു, ധർമ്മേന്ദ്ര പ്രധാൻ, ജിതേന്ദ്ര സിംഗ്, ഭൂപേന്ദ്ര യാദവ്, ഹർദീപ് സിംഗ് പുരി, ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവർ മന്ത്രിസഭയുടെ ഭാഗമാകും. കേരളത്തിൽ നിന്ന് V. മുരളീധരൻ തുടർന്നേക്കും. 7 സീറ്റുള്ള ശിവസേന ഷിൻഡെ വിഭാഗം, 5 സീറ്റുള്ള ചിരാഗ് പാസ്വാന്റെ LJP എന്നിവരും കൂടുതൽ ഉപാധികൾ BJPക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. ഒരു ക്യാബിനറ്റ് ഉൾപ്പെടെ 2 മന്ത്രിസ്ഥാനമാണ് ചിരാഗ് ചോദിക്കുന്നതെന്നാണ് വിവരം. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഇടം നേടും. 24, ഡൽഹി. മൂന്നാം മോദി സർക്കാരിൽ ശക്തമായ പ്രതിപക്ഷ നിര തീർക്കാൻ ഇന്ത്യ മുന്നണി. TDPയും JDUവും കൂറുമാറുന്ന സാഹചര്യമുണ്ടായാൽ മോദി സർക്കാരിനെ താഴെയിറക്കാനുള്ള ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യും. മുന്നണിയിൽ നിന്ന് MPമാർ പോകാതിരിക്കാൻ ജാഗ്രത തുടരണമെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ തീരുമാനിച്ചു. മോദിക്കെതിരായ ജനവിധിയെന്ന് വിലയിരുത്തിയ ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗം നിലവിൽ ശക്തമായ പ്രതിപക്ഷമാകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭാവിയിലെ സർക്കാർ രൂപീകരണ സാധ്യതകൾ ഇന്ത്യ മുന്നണി നേതാക്കൾ തള്ളുന്നുമില്ല. TDPയുടെയും JDUവിന്റെയും കൂറുമാറ്റം ഇത്തവണയും ഉണ്ടാകുമെന്ന് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നു. അതുപോലൊരു സാഹചര്യമുണ്ടായാൽ നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കാനും പുതിയ സർക്കാർ രൂപീകരണവും ഇന്ത്യ മുന്നണി പദ്ധതിയിടുന്നുണ്ട്. TDPയായും JDUവുമായും ബന്ധം പുലർത്താൻ ചില ദൂതരെ ഏർപ്പെടുത്തിയതായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം.
ലോക്സഭയിൽ ശക്തമായി ഭരണപക്ഷത്തെ എതിർക്കാനുള്ള അംഗസംഖ്യ പ്രതിപക്ഷത്തിനുണ്ട്. ഇതാണ് മുന്നണിയുടെ ആത്മവിശ്വാസവും. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഭാവിയിൽ അനുകൂലമാകുമെന്നാണ് ഇന്ത്യ മുന്നണി വിലയിരുത്തുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനും വേണ്ടി കൃത്യമായ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ കൂടി തയ്യാറെടുക്കുകയാണ് ഇന്ത്യ സഖ്യം. 24 ഡൽഹി. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ അതൃപ്തിയുണ്ടെങ്കിലും NCP അജിത് പവാർ വിഭാഗം NDA വിടില്ല. തിടുക്കപ്പെട്ട് കടുത്ത തീരുമാനം വേണ്ട എന്നാണ് കോർ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം. പ്രതിഷേധം മുന്നണി യോഗത്തിൽ ആദ്യം ഉന്നയിക്കാൻ ധാരണയായി. കുറവ് സീറ്റ് നൽകി തന്നെ ഒതുക്കിക്കളഞ്ഞെന്ന അമർഷത്തോടെയാണ് അജിത് പവാർ തെരഞ്ഞെടുപ്പിനിറങ്ങിയത്. ഫലം വന്നതോടെ അമർഷം കടുത്തു. തന്റെ ഭാര്യയെ മുന്നണിയുടെ സമ്മർദ്ദം കൊണ്ടുകൂടിയാണ് മത്സരത്തിനിറക്കിയത്. എന്നിട്ട് അവിടെ പോലും കാലുവാരി BJPയും ഷിൻഡെയും ചേർന്ന് തോൽപ്പിച്ചെന്നാണ് അജിത്തിന്റെ വിലയിരുത്തൽ. ദില്ലിയിൽ NDA യോഗത്തിൽ നിന്ന് ഇന്നലെ വിട്ടുനിന്ന അജിത്ത് ഇന്ന് നേതൃയോഗം വിളിച്ചു. മുന്നണി വിടാൻ പ്രേരണയുണ്ടെങ്കിലും തൽക്കാലം അത് പ്രതിസന്ധി കൂട്ടുകയുള്ളൂ എന്നായിരുന്നു പൊതുവികാരം. മുന്നണി യോഗത്തിൽ പ്രതിഷേധം അറിയിക്കും. राष्ट्रवादी कांग्रेस पार्टी की कोर ग्रुप की बैठक राष्ट्रीय अध्यक्ष अजित दादा के नेतृत्व में वहाँ पे हो गई। लोकसभा के चुनाव के बारे में हमने वहाँ पे चर्चा की। हमारे सब साथियों ने उसके बारे में जिस कॉन्स्टिट्यूंसी में वो काम कर रहे थे उसके अनुभव वहाँ पे कथन किए। നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിലപേശലില്ലാതെ അധിക സീറ്റ്, മന്ത്രിസഭാ വികസനം നടത്തി കൂടുതൽ മന്ത്രിസ്ഥാനം എന്നിവ മുന്നണിയിൽ നേടിയെടുക്കാനാണ് തീരുമാനം. വഴങ്ങാതെ വന്നാൽ മാത്രം മറ്റു വഴി തേടും. ഒപ്പമുള്ള MLA-മാരിൽ ചിലർ ശരത് പവാർ ക്യാമ്പുമായി ചർച്ച നടത്തിയെന്ന പ്രചാരണവും അജിത് വിഭാഗം തള്ളുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയേറ്റാൽ അത് തന്റെ രാഷ്ട്രീയ ഭാവി പോലും അപകടത്തിലാക്കുമെന്ന ബോധ്യം അജിത് പവാറിനുണ്ട്. എന്നാൽ അത് മുന്നിൽ കണ്ട് കടുത്ത തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കാനുള്ള കരുത്തും അജിത്തിനിപ്പോൾ ഇല്ല. മുംബൈയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓഹരി കുംഭകോണം നടന്നു എന്ന ആരോപണവുമായി രാഹുൽ ഗാന്ധി. ആസൂത്രിതമായി നടന്ന കുംഭകോണത്തിൽ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പങ്ക് കണ്ടെത്താൻ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി BJP രംഗത്തെത്തി. Whoever has made money as the stock market rose and also as the stock market crashed. And we are interested in having a joint parliamentary committee, a JPC, to investigate the role of the Prime Minister, the role of the Home Minister, role of BJP members, and also those people who have done these fake exit polls. And finally, we want to understand who are the people, these foreign investors, who did these trades. ഓഹരി വിപണിയും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ടൈം ലൈൻ വിശദീകരിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. വോട്ടെണ്ണുന്ന ജൂൺ 4 മുൻപ് ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താനുള്ള അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ആഹ്വാനങ്ങൾ ചൂണ്ടിക്കാട്ടി 3 ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. എന്തിന് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും നിക്ഷേപകർക്ക് ഉപദേശം നൽകി? വിപണിയിലെ നിക്ഷേപകരായ 5 കോടി കുടുംബങ്ങൾക്ക് നിക്ഷേപ ഉപദേശം നൽകലാണോ അവരുടെ ജോലി? വിപണിയിൽ കൃത്രിമം കാണിച്ചതിന് സെബി അന്വേഷണം നേരിടുന്ന ബിസിനസ് ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന ചാനലിന് തന്നെ എന്തിന് 2 അഭിമുഖങ്ങളും നൽകി? BJPയും വ്യാജ എക്സിറ്റ് പോളുകാരും സംശയകരമായി എക്സിറ്റ് പോൾ ദിവസം വിപണിയിലെത്തി കോടികളുടെ നേട്ടമുണ്ടാക്കിയ വിദേശ നിക്ഷേപകരും തമ്മിലുള്ള ബന്ധമെന്ത്? NDTVക്ക് അമിത്ഷായും നരേന്ദ്രമോദിയും നൽകിയ അഭിമുഖങ്ങളിലാണ് ജനങ്ങളോട് ഓഹരി നിക്ഷേപം നടത്താൻ ആവശ്യപ്പെട്ടത്. इसको चुनाव के साथ जोड़ना नहीं चाहिए. खैर अफवाहों के कारण ऐसा हुआ भी होगा तो 6 जून के पहले आप बाय कर लेना. 4 जून के पहले वो सूट अप करेगा. 4 जून जैसा आपने कहा, जिस दिन चुनाव का नतीजा आएगा कि यानी भारत का स्टॉक मार्केट के लिए उसके सारे जो प्रोग्रामिंग वाले सारे उनके थक जाएंगे. തുടർന്ന് വന്ന എക്സിറ്റ് പോളുകൾ BJPക്ക് വലിയ വിജയം പ്രവചിക്കുകയും ചെയ്തു. BJPയുടെ ആഭ്യന്തര ഇന്റലിജൻസ് BJPക്ക് കുറവ് സീറ്റുകൾ പ്രവചിച്ചപ്പോഴും എന്തിന് എക്സിറ്റ് പോൾ ആശ്രയിച്ച് ഓഹരി നിക്ഷേപം നടത്താൻ സാധാരണക്കാരോട് ആവശ്യപ്പെട്ടെന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. തെറ്റായ വിവരങ്ങൾ വിശ്വസിച്ച് നിക്ഷേപം നടത്തിയ 5 കോടി കുടുംബങ്ങളിലെ സാധാരണക്കാരുടെ കീശയിൽ നിന്ന് ചോർന്നുപോയത് 30 ലക്ഷം കോടി രൂപയായിരുന്നു. ഫലപ്രഖ്യാപന ദിവസം വിപണികൾ കുപ്പുകുത്തിയപ്പോൾ സാധാരണക്കാരായ നിക്ഷേപകർക്കുണ്ടായ നഷ്ടവും ഗ്രാഫിന്റെ സഹായത്തോടെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്.
അതേസമയം രാഹുലിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി BJP രംഗത്തെത്തി. लोकसभा चुनाव में विपक्ष की हार की हताशा से अभी तक शायद राहुल गांधी जी उभरे नहीं हैं. अब वो मार्केट के इन्वेस्टर्स को भी गुमराह करने की साजिश रच रहे हैं. സെൻട്രൽ ന്യൂസ് ഡെസ്ക് 24. പ്രതിപക്ഷ നിരയിൽ ഇരിക്കാമെന്ന് ഇന്ത്യ സഖ്യത്തിൽ ധാരണയായതോടെ പ്രതിപക്ഷ നേതാവ് ആരെന്ന ചർച്ചകളിലേക്ക് കടന്ന് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമായി. അന്തിമ തീരുമാനം മറ്റന്നാളത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ ഉണ്ടാകും. പാർലമെന്റിൽ പ്രതിപക്ഷ ഇരിപ്പിടത്തേക്ക് ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ ഇന്ത്യ സഖ്യം ധാരണയിലെത്തിയതോടെയാണ് പ്രതിപക്ഷ നേതാവ് ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നത്. 52 നിന്ന് 99 സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തിയതോടെ പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പേരിനാണ് മുൻതൂക്കം. 2019 പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പദവികളിൽ നിന്ന് വിട്ടുനിന്ന രാഹുൽ ഗാന്ധി ഇക്കുറി കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയേക്കും. മോദി സർക്കാരിനെതിരായ ശക്തമായ നിലപാടും രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയും പാർട്ടിയുടെ മടങ്ങിവരവിന് വഴിയൊരുക്കിയെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം രാഹുലിന്റെ സ്വീകാര്യത കൂട്ടിയതും സമ്മർദ്ദത്തിന് കാരണമാകും. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമോ എന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനം വൈകാതെ അത് സംബന്ധിച്ചുണ്ടാ ഏത് തീരുമാനം ഉണ്ടാവും. പൊതുവെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം ആകണമെന്നാണ്. പക്ഷെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. ഒരു പാർട്ടിക്കും 10% സീറ്റുകൾ നേടാനാകാത്തതിനാൽ 2014 മുതൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് പദം ഒഴിഞ്ഞുകിടക്കുകയാണ്. കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്ത് ലോക്സഭാ കക്ഷി നേതാവായിരുന്ന അധിർ രഞ്ജൻ ചൌധരി ഇക്കുറി പരാജയപ്പെട്ടിരുന്നു. ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾക്കും രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരണമെന്നാണ് ആഗ്രഹം. പദവി ഏറ്റെടുക്കാൻ രാഹുൽ വിസമ്മതിച്ചാൽ മാത്രമേ മറ്റു പേരുകളിലേക്ക് ചർച്ച നീങ്ങുകയുള്ളൂ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ മറ്റന്നാൾ ചേരുന്ന പ്രവർത്തക സമിതി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ എന്ന ഒറ്റ പേരിലേക്കാകും എത്തുക. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വിജയത്തിന് പിന്നാലെ ഡൽഹിയിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ വരവേൽപ്പ്. നരേന്ദ്രമോദിയുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തും. കേന്ദ്രമന്ത്രിയാകാനില്ല എന്ന് അദ്ദേഹം നേതൃത്വത്തെ അറിയിക്കും. കേരളത്തിന് ഗുണകരമായ 10 വകുപ്പുകളുടെ ഏകോപനമാണ് ആഗ്രഹം. തൃശൂരിലെ ജനവിധിക്ക് അനാവശ്യ വ്യാഖ്യാനം നൽകേണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. എനിക്കെന്റെ നേതാക്കളെ നിഷേധിക്കാൻ, എൻ്റെ പാർട്ടിയുടെ തീരുമാനങ്ങളെ തിരസ്കരിക്കാൻ ഒന്നും സാധിക്കില്ല. എങ്കിൽ പോലും എൻ്റെ പാഷനെ അവർക്കും തിരസ്കരിക്കാൻ സാധിക്കില്ല. ഒരു വാദമുണ്ടാവും, ഒരു ആവശ്യപ്പെടലുണ്ടാവും, ആ സമയത്തൊരു വാദമുണ്ടാവും. അത് ഒരു വലിയ വാഗ്വാദത്തിലേക്കൊന്നും പോവില്ല. എങ്കിലും ഞാൻ എൻ്റെ പാഷനറ്റ് ഹാർട്ട് ഞാൻ എക്സ്പോസ് ചെയ്യും. അത് അവർ അംഗീകരിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് മന്ത്രിയൊന്നും ആവാതെ തന്നെ ഒരു 10 വകുപ്പുകളുടെയെങ്കിലും തലവന്മാരുടെ ഒരു സമ്മതം വാങ്ങി മാത്രമായിരിക്കും ഞാനവിടെ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുന്നത്. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പാർട്ടിയോട് ഇടഞ്ഞ കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തി. കെ മുരളീധരൻ ഉന്നയിച്ച വിഷയങ്ങളിൽ വിശദമായ ചർച്ച നടക്കുമെന്ന് കെ സുധാകരൻ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതോടെ പാർട്ടിക്കെതിരെ കടുത്ത വിമർശനമാണ് കെ മുരളീധരൻ ഉന്നയിച്ചത്. ഇതിനു പിന്നാലെയാണ് കെ.പി.സി.സിയുടെ അനുനയ ശ്രമം. കെ മുരളീധരന്റെ കോഴിക്കോട്ടെ വീട്ടിലെത്തിയ കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. കെ മുരളീധരനെ പൊതുരംഗത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്നും അത് എല്ലാവരുടെയും ബാധ്യതയാണെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ.പി.സി.സി അധ്യക്ഷൻ പ്രതികരിച്ചു. അദ്ദേഹം ഒരാവശ്യം ഉന്നയിച്ചിട്ടില്ല, അദ്ദേഹം ഒരു കാര്യവും ചോദിച്ചിട്ടുമില്ല. ഞാനായി അങ്ങോട്ട് സംസാരിച്ചു, നമ്മൾ അനുനയിപ്പിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് പോകണം. അദ്ദേഹത്തിൻ്റെ വികാരം പറഞ്ഞു, അത് സ്വാഭാവികമാണ്, അതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ട്. അതേസമയം കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ നൽകാൻ തയ്യാറെന്ന് കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. ഏത് പോസ്റ്റ് കൊടുത്താലും മുരളിയ പോസ്റ്റ് ഭംഗിയായി കൊണ്ടു നടക്കും ഞങ്ങളെ വിശ്വാസമാണ്. അതും കൊടുക്കും വേണ്ടി വന്നാൽ ഒരു തർക്കവും ഇല്ല. എന്താ മുരളിക്ക് കെ.പി.സി.സി പ്രസിഡന്റ് ആയിക്കൂടെ? നേരത്തെ ആയിട്ടില്ലേ? കെ കരുണാകരന്റെ മകൻ ഏത് സ്ഥാനത്തിനും ഫിറ്റാണെന്നായിരുന്നു പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. മുരളീധരൻ കരുണാകരന്റെ മകൻ എങ്ങോട്ടും ഫിറ്റാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോ തൃശ്ശൂർ ഒരു തോൽവിയുണ്ട് വന്നു എന്ന് വിചാരിച്ചത് വലിയ ഒരു സംഭവമൊന്നുമല്ല. ഒരു ഫൈറ്റർക്ക് ജയമുണ്ടാവും, തോൽവി ഉണ്ടാവും. എം കെ രാഘവൻ മുരളീധരന്റെ വീട്ടിലെത്തി ചർച്ച നടത്തി. തൃശൂരിലെയും ആലത്തൂരിലെയും പരാജയത്തിൽ ആരെയും നേരത്തെ കുറ്റക്കാരനായി വിധിക്കാൻ കഴിയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം.
കെ മുരളീധരൻ സജീവമാകണമെന്ന് UDF കൺവീനർ MM ഹസനും ആവശ്യപ്പെട്ടു. വയനാട് സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ കെ മുരളീധരനെ മത്സരിപ്പിക്കുന്ന കാര്യം ഉൾപ്പെടെയാണ് പാർട്ടി ആലോചിക്കുന്നത്. 24 കോഴിക്കോട്. ഇടതുമുന്നണിക്ക് കനത്ത തോൽവിയുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലല്ലെന്ന് LDF കൺവീനർ EP ജയരാജൻ. UDFന് സീറ്റ് കൂടിയത് താൽക്കാലിക പ്രതിഭാസമാണെന്നും EP ജയരാജൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവി CPIM ഇഴകീറി പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനി ലേഖനത്തിൽ വ്യക്തമാക്കി. രണ്ടാം പിണറായി സർക്കാരിന്റെ നിലവാര തകർച്ചയാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന് ഗീവർഗീസ് മാർ കൂറിലോസ് പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന വിലയിരുത്തലുകൾ ഉയരുമ്പോൾ CPIM കാര്യമായി പ്രതിരോധിക്കുകയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭയപ്പാട് കോൺഗ്രസിനെ സഹായിച്ചുവെന്നും LDFന്റെയും CPIMന്റെയും അടിത്തറ ശക്തമാണെന്നും LDF കൺവീനർ EP ജയരാജൻ. ദേശീയ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇവിടെ UDFന് സീറ്റ് കൂടുതൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസം മാത്രമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സുശക്തമാണ്. ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് പരിശോധിച്ച ശേഷം തിരുത്തേണ്ടത് തിരുത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. ഇപ്പോഴത്തെ തോൽവി ചെറുതായി കാണുന്നില്ല. BJP വിജയം ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം LDF ഒരുക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ലെന്നും യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ്. തിരുത്തൽ അനിവാര്യമാണെന്ന് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂറും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. കോട്ടയത്ത് CPIM വോട്ടുകൾ NDAയിലേക്ക് പോയെന്ന് തുറന്ന് സമ്മതിച്ച് മന്ത്രി VN വാസവൻ. BDJSന്റെ കടന്നുവരവ് വൈക്കത്തടക്കം തിരിച്ചടിയുണ്ടാക്കിയെന്നും VN വാസവൻ 24നോട് പറഞ്ഞു. പോളിംഗ് ശതമാനം കുറഞ്ഞത് അനുകൂലമാകുമെന്ന് കണക്കുകൂട്ടിയ ഇടതുമുന്നണിയെ ഞെട്ടിച്ചുകൊണ്ടാണ് കോട്ടയത്ത് UDF മികച്ച വിജയം നേടിയത്. ഇതോടെ CPIMനെയും കേരള കോൺഗ്രസ് എമ്മിനെയും ലക്ഷ്യമിട്ട് UDF വോട്ട് ചോർച്ച രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു. CPIM വോട്ടുകൾ കൃത്യമായി ലഭിച്ചില്ലെന്ന് കേരള കോൺഗ്രസ് എമ്മിനും പരാതിയുണ്ട്. ഇതിന് പിന്നാലെ വോട്ട് ചോർച്ച ഉണ്ടായെന്ന് മന്ത്രി VN വാസവൻ 24നോട് തുറന്നു പറഞ്ഞു. കോട്ടയത്ത് PDASന്റെ സ്ഥാനാർത്ഥി വന്നു എന്നുള്ളതൊരു ഘടകമാണ്. അത് ചില പ്രദേശങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ വോട്ടിൽ നേരിയ അംശം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ കാണാതിരിക്കുന്നില്ല. അതേസമയത്ത് ഇവിടെ പൊതുവിൽ വന്നിട്ടുള്ളത് സംസ്ഥാനത്ത് ആകെ വന്ന മാറ്റങ്ങളുടെ ഭാഗം തന്നെയാണ്. അല്ലാതെ കോട്ടയത്ത് വിശേഷിച്ച ഏതെങ്കിലും കാര്യങ്ങൾ അതിലൊന്നും ഉണ്ടായിട്ടുള്ളത്. വൈക്കമടക്കം LDF ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞു. ഇതെല്ലാം പാർട്ടി പരിശോധിക്കുമെന്നും VN വാസവൻ വ്യക്തമാക്കി. വൈക്കത്തോട്ട് പറഞ്ഞിട്ടുള്ളതും LDFന്റെ ഒരു ഘടകമായിട്ടുണ്ട്. UDFനോട്ട് കുറഞ്ഞിട്ടുണ്ട്, LDFനോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറഞ്ഞത് എന്താണെന്ന് ഞങ്ങൾ പരിശോധിക്കുമെന്ന് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു. അത് പരിശോധിച്ച് പക്ഷേ ഞങ്ങൾ തിരുത്തും. CPI എതിർപ്പുന്നയിച്ചിട്ടുണ്ടെങ്കിലും സീറ്റ് വിട്ടുകൊടുക്കേണ്ടതില്ലെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ ചേരുന്ന യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ആവശ്യം LDFൽ ശക്തമായി ഉന്നയിക്കാൻ തീരുമാനം എടുത്തേക്കും. ടോബി ജോൺസൺ, 24 കോട്ടയം. പ്രൈം ന്യൂസിലേക്ക് തിരികെ. സൗദി അറേബ്യയിൽ മാസപ്പിറവി കണ്ടു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ബലിപ്പെരുന്നാൾ ഈ മാസം 16-ന്. ഒമാനിൽ ബലിപ്പെരുന്നാൾ ഈ മാസം 17-ന് ആഘോഷിക്കും. ഈ മാസം 15-ന് ഹജ്ജിന്റെ പ്രധാന കർമ്മമായ അറഫ സംഗമം നടക്കും. സൗദിയിൽ ഇന്ന് ദുൽഹജ്ജ് മാസപ്പിറവി കണ്ടതിനാൽ നാളെ ദുൽഹജ്ജ് 1 സൗദി സുപ്രീം കോടതി അറിയിച്ചു. ഇതുപ്രകാരം ജൂൺ 14 വെള്ളിയാഴ്ച ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കും. ജൂൺ 15 ശനിയാഴ്ചയായിരിക്കും ഹജ്ജിന്റെ പ്രധാന കർമ്മമായ അറഫ സംഗമം. ജൂൺ 16-ന് ഞായറാഴ്ച ബലിപെരുന്നാൾ. തുടർന്നുള്ള 3 ദിവസം കൂടി ഹജ്ജ് കർമ്മങ്ങൾ ഉണ്ടാകും. ജൂൺ 19 ബുധനാഴ്ച ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കും. സൗദിക്ക് പുറമെ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളും അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ജൂൺ 16-ന് തന്നെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഒമാനിൽ ഇന്ന് മാസപ്പിറവി കാണാത്ത സാഹചര്യത്തിൽ ജൂൺ 17-നായിരിക്കും ബലിപെരുന്നാൾ ആഘോഷിക്കുക. സൗദി സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് രാജ്യത്തിന്റെ പല ഭാഗത്തും മാസപ്പിറവി നിരീക്ഷിക്കാൻ സൗകര്യം ചെയ്തിരുന്നു. അതേസമയം ഇന്ത്യയിൽ നിന്നും ഇതുവരെ 1.25 ലക്ഷത്തിലേറെ തീർത്ഥാടകർ ഹജ്ജിനെത്തി. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള 1,15,000-ഓളം തീർത്ഥാടകർ ഇപ്പോൾ മക്കയിലാണ്. സ്വകാര്യ ഗ്രൂപ്പുകളിലെ ഭൂരിഭാഗം തീർത്ഥാടകരും മദീനയിലാണ്. ഇവർ ഹജ്ജിനുള്ള ഇഹ്റാം ചെയ്ത് അടുത്ത ആഴ്ച മക്കയിൽ തിരിച്ചെത്തും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. നടിയും BJP നേതാവുമായ കങ്കണ റണൌട്ടിനെ CISF ഉദ്യോഗസ്ഥ മർദ്ദിച്ചു. ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു ആക്രമണം. സുരക്ഷാ ഉദ്യോഗസ്ഥ കുൽവിന്ദർ കൗറിനെ സസ്പെൻഡ് ചെയ്തു. ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിൽ നിന്നുള്ള നിയുക്ത MPയാണ് കങ്കണ റണാവത്ത്. ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കായി ചണ്ഡീഗഡ് വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് കങ്കണയ്ക്ക് നേരെ CISF ഉദ്യോഗസ്ഥയുടെ ആക്രമണമുണ്ടായത്. സുരക്ഷാ ഉദ്യോഗസ്ഥയായ കുൽവീന്ദർ കൗർ കങ്കണയുടെ മുഖത്തടിക്കുകയായിരുന്നു.
കർഷക സമരത്തെക്കുറിച്ച് കങ്കണ നടത്തിയ പരാമർശമാണ് ഉദ്യോഗസ്ഥയെ പ്രകോപിപ്പിച്ചതെന്നാണ് സൂചന. താൻ സുരക്ഷിതയാണെന്നും പഞ്ചാബിൽ വർദ്ധിച്ചുവരുന്ന തീവ്രവാദം തന്നെ ഭയപ്പെടുത്തുന്നുവെന്നും കങ്കണ പ്രതികരിച്ചു. मैं सिक्योरिटी चेक करके जैसे ही निकली तो दूसरे कैबिन में जो महिला थी, जो सुरक्षा कर्मचारी थी CISF की, उन्होंने उनके पास या उनको क्रॉस करने का इंतज़ार किया और साइड से आकर जो है मुझे मेरे फेस पे हिट किया. आई एम सेफ बट माई कंसर्न इज़ कि जो आतंकवाद और उग्रवाद पंजाब में बढ़ रहा है, हाउ डू वी हैंडल दैट. കുൽവീന്ദർ കൗറിനെ CISF സസ്പെൻഡ് ചെയ്തു. കുൽവീന്ദർ കൗറിനെ ചോദ്യം ചെയ്തെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. 24 ഡൽഹി. കർണാടകയിൽ സാമ്പത്തിക ക്രമക്കേട് ആരോപണം നേരിട്ട മന്ത്രി രാജിവെച്ചു. പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി B. നാഗേന്ദ്രയാണ് രാജിവെച്ചത്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് രാജിക്കത്ത് നൽകിയത്. പട്ടികവർഗ ക്ഷേമ വകുപ്പിന് കീഴിലെ വാത്മീകി വികസന കോർപ്പറേഷനിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് B. നാഗേന്ദ്രയുടെ രാജി. കോർപ്പറേഷന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 88.62 കോടി രൂപ സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് വകമാറ്റിയെന്നാണ് കണ്ടെത്തൽ. ക്രമക്കേടിൽ വകുപ്പുതല നടപടി നേരിട്ട അക്കൗണ്ട് സൂപ്രണ്ട് ആത്മഹത്യ ചെയ്തതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും മന്ത്രിയുടെ വാക്കാലുള്ള നിർദ്ദേശത്തിലുമാണ് പണം വകമാറ്റിയതെന്ന് ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. പിന്നാലെ വിഷയം വിവാദമായി. പോലീസ് അന്വേഷണത്തിലും ക്രമക്കേട് കണ്ടെത്തിയതോടെയാണ് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടത്. അതേസമയം ക്രമക്കേടിൽ പങ്കില്ലെന്നും പാർട്ടിയുടെ താൽപര്യം സംരക്ഷിക്കാനായി സ്ഥാനം ഒഴിയുന്നുവെന്നുമാണ് നാഗേന്ദ്രയുടെ വിശദീകരണം. സിദ്ധരാമയ്യ സർക്കാരിന്റെ 1ാം വാർഷികം കഴിഞ്ഞ് ദിവസങ്ങൾക്കകമാണ് മന്ത്രിസഭയിലെ ആദ്യ രാജി. 24 ബംഗളൂരു. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.